ഹലോ, വെൽക്കം ടു കൈതപ്പുഴി ചാനൽ. ഇന്ന് 13 വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രം ഫെബ്രുവരി 11 റിലീസ് ചെയ്യുകയാണ്. മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മോഹൻലാൽ, സുരേഷ് ഗോപി, മമ്മൂട്ടി എന്നിവർ ചേർന്നാണ് ഇതിന്റെ ടീസർ പുറത്തിറക്കിയത്. 37 വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും സാങ്കേതിക മികവൊന്നും ഇല്ലാത്തൊരു കാലത്ത് അന്ന് ജനങ്ങളെ വിസ്മയിപ്പിച്ച ഒരു അത്യുഗ്രൻ പടമാണ് ഒരു വടക്കൻ വീരഗാഥ. MT വാസുദേവൻ നായരുടെ രചനയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ഈ ചിത്രം അന്ന് തന്നെ 300 ദിവസത്തോളം തിയേറ്ററുകളിൽ ഓടി. ചിത്രം 37 വർഷങ്ങൾക്ക് മുൻപ് തന്നെ വൻ ഹിറ്റായ ഒരു പടമാണ്. അന്ന് ജനങ്ങൾ അതുവരെ കണ്ട സിനിമയിൽ നിന്നും വടക്കൻ പാട്ടുകഥകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു സിനിമ പുറത്തിറങ്ങി. ഞങ്ങൾ അന്നെല്ലാം ആദ്യകാല വടക്കൻ പാട്ടുകഥകളിലെല്ലാം ചന്തു ഒരു ക്രൂരനായ മനുഷ്യനായിരുന്നു. ഈ ചിത്രത്തിൽ ചന്തുവിൻ്റെ നിസ്സഹായാവസ്ഥയും ചന്തുവിനെ കുറിച്ചും ചന്തു ആണ് യഥാർത്ഥ ഹീറോ എന്ന് തെളിയിക്കുന്ന ഒരു ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ. മമ്മൂട്ടി ചന്തുവിൻ്റെ റോളിൽ വളരെ നല്ല അഭിനയം കാഴ്ചവെച്ച് ദേശീയ അവാർഡ് വരെ കരസ്ഥമാക്കിയ ചിത്രമാണ്. ഇത്രയും സാങ്കേതിക മികവൊന്നും ഇല്ലാത്ത കാലത്ത് തന്നെ ജനങ്ങൾ ഈ ചിത്രം കണ്ട് അമ്പരന്ന് 300 ദിവസത്തോളം ചിത്രം തിയേറ്ററുകളിൽ ഓടിയ ഒരു ചിത്രമാണ്. ഈ പടം ഈ വരുന്ന ഫെബ്രുവരി 11 4K വിസ്മയത്തിൽ വീണ്ടും റിലീസ് ചെയ്യുകയാണ്. ഒരു ടീസർ പുറത്തിറക്കിയത് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നീ താരങ്ങൾ, സൂപ്പർ താരങ്ങൾ ചേർന്നാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഈ ചിത്രം തിയേറ്ററിൽ പോയി കാണണം. കണ്ട് ഇന്നത്തെ സാങ്കേതിക മികവോടുകൂടി ഈ ചിത്രം ആസ്വദിക്കണം. ഇതിലൊരു ഗാനരംഗങ്ങളൊക്കെ എടുത്തു പറയുന്നതാണ് മമ്മൂട്ടിയുടെ അഭിനയം. കാരണം ചന്ദനലേപ സുഗന്ധം കുടിയതാരോ കുതിരപ്പുറത്ത് മമ്മൂട്ടിയുടെ ഒരു വരവുണ്ട്. മാധവിയാണ് നായിക. പിന്നെ ഗീതയുണ്ട്. പിന്നെ ക്യാപ്റ്റൻ രാജുവിൻ്റെ അരിങ്ങോടന്, സുരേഷ് ഗോപിയുടെ ചന്തു, ഇത് ആരോമൽ ചകവർ എന്തിനു പറയുന്നു, KP ഉമ്മറിൻ്റെ മകൻ ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പുതുതലമുറ വരെ അഭിനയിച്ചിട്ടുള്ളതാണ്. അത്രയും നല്ല ഒരു ദൃശ്യവിസ്മയമായിരുന്നു ഈ ചിത്രം. ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഓരോ ഡയലോഗുകളും മാസ് ഡയലോഗുകൾ. തീർച്ചയായും ഈ ചിത്രം ഒരിക്കൽ കൂടി തിയേറ്ററിൽ പോയി ഈ ദൃശ്യവിസ്മയം നമ്മളെല്ലാവരും കൂടി കാണണം. 100 കോടി ക്ലബിൽ ഈ ചിത്രം എത്തിക്കണം. ജയ് ഹിന്ദ്.